എല്ലാവർക്കും നമസ്കാരം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മനുഷ്യർക്കും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത്രയും പേര് എനിക്ക് വേണ്ടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഒരുപാട് സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച്. ബഹുമാനപ്പെട്ട CM ശ്രീ പിണറായി വിജയൻ സാറിനും പ്രദീപ് സാറിനും ശശി സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്നലെ 3 മണിക്ക് ഞാൻ CM ഓഫീസിൽ ചെന്നു. എൻ്റെ പരാതികൾ ഞാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരി എന്ന നിലയിൽ പ്രദീപ് സാറും ശശി സാറും എനിക്ക് തന്ന സപ്പോർട്ടും ധൈര്യവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ്, ഞാൻ എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മേ ബി അപ്പോഴത്തെ മാനസികാവസ്ഥ എന്നെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പറയിപ്പിച്ചത്. അതാരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. മനഃപൂർവ്വം ചെയ്തതല്ല ആ വീഡിയോ. ആ ഒരു സ്പോട്ടിൽ അമ്മ ആരോടെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്ക് ആ പ്രഷർ മാറുന്നുണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പെട്ടെന്ന് എൻ്റെ മുന്നിൽ വന്നത് മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് അതെൻ്റെ ലാസ്റ്റ് ഹോപ്പായിരുന്നു. അങ്ങനെയാണ് ഞാനത് ട്രൈ ചെയ്തത്. ഇൻസ്റ്റ മുഖേനയാണോ ഇത് അറിയിക്കേണ്ടതെന്ന് പലരും ചോദിച്ചു. ഇൻസ്റ്റ മുഖേന അല്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ പല പ്രാവശ്യം കമ്മീഷണർ ഓഫീസും പോലീസ് സ്റ്റേഷനും വർഷങ്ങളോളം കയറി ഇറങ്ങിയിട്ടുണ്ട്. എനിക്കതുകൊണ്ട് ഒന്നും നേട്ടം കിട്ടിയിട്ടില്ല. പിന്നെ ഇതെല്ലാം തള്ളിക്കളഞ്ഞ് ഞാൻ എൻ്റെ മകനുമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഈ ഒരു 3 മാസമായിട്ടുള്ള ഈ സ്ട്രെയിൻ എനിക്ക് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു ലെവലിൽ എത്തിച്ചു എന്നെ. എന്തുകൊണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞില്ല എന്ന് വെച്ചു. 10-20 പേരുണ്ട്. ഞാൻ എങ്ങനെ പറയും? ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്നല്ല. അതുകൊണ്ടാണ് പറയാതിരുന്നത്. 1, 2, 3 പേര് എന്നെ കൂടുതൽ ഹേർട്ട് ചെയ്തവരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു ഇത്, അതുപോലെ തന്നെ മറുനാടൻ മലയാളി, സിനി ലൈഫ്. ഇതിൽ ഈ മറുനാടൻ മലയാളിയും സിനി ലൈഫാണ് ആദ്യം ഇതിന്റെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഈ വിത്ത് പാകിയത്. അവിടെ നിന്നും തുടങ്ങിയതാണ് എന്നെ മാനസിക സംഘർഷത്തിലും വീണ്ടും ഒരു 14 വർഷം മുമ്പേ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ ഒരു രേഖയിലേക്ക് എത്തിച്ചത് എബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ചാനലിലെ 2 പെൺകുട്ടികൾ വന്നിരുന്ന് പറഞ്ഞേക്കുന്ന ചില വാക്കുകളും പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയും ഹറാസ്മെന്റും നിങ്ങൾ കണ്ടു നോക്കൂ. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിന്റെ അങ്ങറ്റമായിരുന്നു അത്. ഞാനും എൻ്റെ മകനും വളരെയധികം വേദനിച്ച ഒരു വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ കക്കിരിയൻ ഫാമിലി ബ്രദറെ, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്? എൻ്റെ മകൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ്, സാരി മാറ്റുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താ അമ്മ എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിനോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം? ബ്രദറെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ മകനോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കൂ പ്ലീസ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു നന്മയും ഞങ്ങൾക്ക് ചെയ്യണ്ട. പക്ഷെ പ്ലീസ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ. ഞാനും എൻ്റെ മകനും ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചു പൊയ്ക്കോട്ടെ. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാൻ വരരുത് പ്ലീസ്. ഹായ്, ഹലോ, നമസ്കാരം ഗൈസ്. എല്ലാവരും ഓക്കെ ആയിട്ട് കൂളായിട്ട് ചില്ലായിട്ടിരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി ഞാനിവിടെ സംസാരിക്കാൻ വരുന്നത് രേഖ ചേച്ചിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ റിലേറ്റഡ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ബി ഫ്രാങ്ക്, 2026 പൊതുവെ ഭയങ്കര ഒരു വൃത്തികെട്ട അവസ്ഥയിലാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. 2 സ്ത്രീകളുടെ റീച്ചിന് വേണ്ടിയിട്ടുള്ള പരാക്രമം ആയിരുന്നു. അപ്പോൾ എനിക്കും വീഡിയോസും മറ്റു കാര്യങ്ങൾ കണ്ടപ്പോൾ ഇത് റീച്ചിന് വേണ്ടിയിട്ടാണോ? അതായത് പലരും ഇപ്പോൾ അവരവരുടെ പ്രൊമോഷൻസും അവരുടെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് റീച്ചിനായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് സോഷ്യൽ മീഡിയ കോടതി അല്ല. ഓക്കെ, അപ്പോ അതിനകത്ത് എന്താണ് കറക്റ്റ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എനിക്ക് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു ലൈഫിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയെ കാണിച്ചു. ദെൻ ഷീ സ്റ്റാർട്ടഡ് ഹെയർ ഓൺ സാരി ബിസിനസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആഫ്റ്റർ ദാറ്റ് ആണ് ഈ ഇഷ്യൂസ് വന്നത്. അപ്പോ എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി. ആൻഡ് പെട്ടെന്ന് നമുക്കറിയില്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ണടച്ച് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. പ്രൊമോഷൻ ആണോ, റീലാണോ, പ്രാങ്ക് ആണോ, എന്തോ ഏത്? ആഫ്റ്റർ ഓൾ ചേച്ചി ഒരു അഭിനേത്രിയുമാണ്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എന്താണ് എന്നൊന്ന് എക്സാക്റ്റ് അറിയാം, 2 ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എക്സാക്റ്റ് സംഭവം മനസ്സിലായത്. അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ നിങ്ങളെല്ലാരും കണ്ടല്ലോ. അപ്പോ ഇതില് സോഷ്യൽ മീഡിയ ഒരു കോടതി അല്ല, അത് ചേച്ചി തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ചേച്ചി സോഷ്യൽ മീഡിയയിൽ വന്നതെന്നുള്ളതിന്റെ ഉത്തരം ചേച്ചി അതിനകത്ത് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം പലയിടത്തും കംപ്ലൈന്റ് ചെയ്തിട്ടും അതിന് വ്യക്തമായ ഒരു മറുപടി കിട്ടുന്നില്ല. അപ്പൊ എന്താണ് ആളുകളുടെ ഒരു ചിന്താഗതി? ഇഫ് എനിത്തിങ് ഹാപ്പൻസ്, ഇപ്പൊ പലരും വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് മോബ് വയലൻസ് ഓർ മോബ് സപ്പോർട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ആളുകളിൽ നിന്നും ഈ സംഭവം ഷെയർ ചെയ്ത് ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു വിപ്ലവം ആകുമ്പോഴാണ് നിയമപരമായിട്ടൊരു സംഭവം
സംഭവത്തിലോട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് രേഖ ചേച്ചി, എനിക്കും തോന്നി എന്താണ് എല്ലാ യൂട്യൂബേഴ്സിനെയും അടച്ചാക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് പേര് പറഞ്ഞുകൂടാ, പ്രൂഫ് പറഞ്ഞുകൂടാ എന്നൊക്കെ എനിക്കും ഉള്ളിൽ തോന്നി. കാരണം നമ്മളൊന്നും പേഴ്സണലി ഞാനാണെങ്കിലും ലൈക്ക് ഒരാളുടെ ലൈഫ് അങ്ങനെ മനഃപൂർവ്വം വലിച്ചു കീറരുത് എന്നുള്ള ഒരു പക്ഷത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ ദീപകിന്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ എല്ലാ സ്ത്രീകളും അടച്ച് സംസാരിക്കരുത്, സ്ത്രീകൾക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ, എനിക്ക് ഉണ്ടായ ഒരു വൃത്തികെട്ട ഒരു അവസ്ഥ ഷെയർ ചെയ്തപ്പോൾ കേരളത്തിലെ കുറെ പ്രബുദ്ധ യുനോ എന്താ പറയാ ഭയങ്കര വിശാലമായിട്ട് ചിന്തിക്കുന്ന, marital റേപ്പ് എന്താന്ന് പോലും അറിയാത്ത കുറെ വെടലന്മാരും വെടലത്തികളും വന്നിട്ട് കുറെ കമന്റ് ഇടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ നമുക്കത് മനസ്സിലാവും ആ ഒരു ബുള്ളിങ്ങും പെയിനും കാര്യങ്ങളെല്ലാം. അപ്പോ ചേച്ചിയുടെ അവസ്ഥ അപ്പൊ എനിക്ക് മനസ്സിലാവും, ഓക്കെ സംതിങ് സീരിയസ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ സ്വന്തം മോൻ വന്നിട്ട് സാരി മാറണ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നല്ല അമ്മയ്ക്കും അച്ഛനും ജനിക്കണം. മനസ്സിലായോ? അവര് ഒരു കല്യാണോ 2 കല്യാണോ 10 കല്യാണോ കഴിച്ചാൽ ഇവിടെ ആർക്കാണ് വിഷയം? ഇവിടെ ആർക്കാണ് വിഷയം? അവർ പറഞ്ഞു മറുനാട് മലയാളി, പല ആൾക്കാരുടെ പേരും അതിനകത്ത് അവർ മെൻഷൻ ചെയ്തു. ഇവർക്കൊക്കെ എന്താണ്? രേഖ ചേച്ചിയുടെ ജീവിതം കാര്യങ്ങൾ എടുത്തു പോകുന്നു. ഇപ്പൊ കല്യാണം എന്ന് പറയുന്നത് പുറത്തുനിന്ന് കാണുമ്പോൾ വാവ് ആണെങ്കിലും അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന 2 ആൾക്കാരാണ് ഇതിന്റെ ഇൻഡീപ്പ് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നത്. എന്താണ് വേണ്ടത്? ആദ്യം ഒരു കല്യാണം കഴിച്ചു, ഡിവോഴ്സ് ആയി. രണ്ടാമതൊരു കല്യാണം കഴിച്ചു, അയ്യോ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല, നാട്ടുകാർ എന്ത് ചെയ്യും, എന്ത് വിചാരിക്കും, എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന് ആലോചിച്ച ആ ഒരു സാധനം തുപ്പാനും വയ്യ ഇറക്കാനും വയ്യാതെ ഇങ്ങനെ തൊണ്ടയിൽ പുഴുത്ത് ഒരു സ്ത്രീ ജീവിതം നശിപ്പിക്കണോ? അതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് 3 കെട്ടി 4 കെട്ടി 5 കെട്ടി എന്തിനാണ് ഇങ്ങനെ 5ാമത്തെ അപ്പൊ നിങ്ങൾ ഇത് നോക്കിയിരിക്കുകയാണോ? അവർക്ക് അവരുടേതായ പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന് ചേച്ചി പറയുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് യെസ് ഓഫ് കോഴ്സ് അവർക്കേ മനസ്സിലാവുള്ളൂ. എന്തിനാണ് ഒരാളുടെ ഇൻഡീപ്പ് പേഴ്സണൽ കാര്യങ്ങളിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ ബെഡ്റൂമിലോട്ട് പോകുന്നത്, ഒരാളുടെ വളരെയധികം പ്രൈവസി ക്രോസ് ചെയ്ത് മീഡിയാസ് പോകേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ചില യൂട്യൂബേഴ്സ് പോകുന്ന എന്തിനാണ്? റീച്ചിനും വ്യൂസിനും. ആ പൈസക്ക് വീട്ടുകാർക്ക് ഫുഡ് വാങ്ങിച്ചു കഴിക്കാനും വീഡിയോ ചെയ്യുന്നത് ആരാണോ അവർക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് വളരെ മോശമായ ഒരു പ്രക്രിയയല്ലേ? ഇപ്പോ ദീപകിന്റെ പ്രശ്നം വന്നപ്പോ ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെയാണ് ഓൺലൈൻ മീഡിയാസും അല്ലെങ്കിൽ ചില യൂട്യൂബേഴ്സും അവരവരുടെ ലൈഫിന് വേണ്ടിയിട്ട് അവരവരുടെ ഏണിങ്സിന് വേണ്ടിയിട്ട് മറ്റു ആൾക്കാരുടെ ജീവിതം എടുത്തു വെച്ച് പടച്ചു വിടുമ്പോൾ സത്യാവസ്ഥ എന്താന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും സമനില തെറ്റി ആ വ്യക്തി ആരെ പറ്റിയിട്ടാണോ നിങ്ങൾ പറയുന്നത് ആ വ്യക്തി എന്തെങ്കിലും ചെയ്തു വച്ചാൽ അത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാൾ ഡിസ്കസ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ അവളുടെ ഒപ്പം അല്ലെങ്കിൽ അവന്റെ ഒപ്പം എന്ന് പറഞ്ഞ ഒരു ഹാഷ്ടാഗ് വരും. പക്ഷെ അതിന്റെ ഒരു താപം നിങ്ങളുടെ തലയിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. ഒരുപാട് കോണ്ടന്റ് ഉണ്ട് ഇവിടെ സംസാരിക്കാനായിട്ട്. അതേപോലെ തന്നെ തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പോ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിനെ സംസാരിക്കാം. എന്തിനാണ് അവൾ അങ്ങനെയാണ് അവൻ അങ്ങനെയാണെന്നുള്ളൊരു ഇൻഡീപ്പിലേക്ക് ക്രോസ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. തമ്പില് സ്വന്തം എന്താ പറയാ അച്ഛനും അമ്മയും പറ്റിയിട്ട് പറയാൻ പറ്റിയ അതും പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പ് കണ്ടാലേ ആൾക്കാർ ക്ലിക്ക് ചെയ്യൂ. മനസ്സിലായോ? അങ്ങനെ ഒരു പ്രവണത സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തമ്പിൽ എന്തും പടച്ചിടാം. ഓക്കെ, അപ്പോ ഈ രേഖ ചേച്ചി എന്ന് പറയുന്ന ആള് ഈ ഭൂലോകത്ത് ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവർക്ക് പറ്റുന്നില്ല. പിന്നെ ജീവിതകാലം മുഴുവൻ അവർ ഒറ്റയ്ക്ക് ജീവിക്കണോ? ഈ നാട്ടുകാരെയും ഒരു കാശിനും കണിക്കും കൊള്ളാത്ത ഉപദ്രവം മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഒരു മാനസിക അവസ്ഥ, ഓക്കെ ആണോ ശരിയാണോ, ഒരു 2 മിനിറ്റ് അവരെ കേൾക്കാൻ പോലും സമയം കൊടുക്കാതെ, അല്ലെങ്കിൽ അതിനുള്ള സമയത്തിന് നിൽക്കാതെ ഇങ്ങനെ അവർ 5 കെട്ടി 6 കെട്ടി, നിങ്ങൾക്ക് എന്താണ് മച്ചാന്മാരെ പ്രശ്നം? അവരുടെ ജീവിതം ജീവിച്ചു പോയിക്കോട്ടെ. അതിനെന്തിനാണ്? ഒരു മോനുണ്ട്, ഇപ്പൊ സ്വന്തം മോള് അല്ലെങ്കിൽ മോൻ വന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും പറയാൻ കുറെ ആൾക്കാരുണ്ട് മര്യാദയ്ക്ക് നടക്കണം, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നു. എന്ത് മര്യാദയ്ക്ക് നടക്കണമെന്ന് നിങ്ങളാണോ റൂൾ ബുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ അവർ സഫർ ചെയ്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലാവൂ? പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഓരോ വ്യക്തികൾക്കും അവരുടെ ലൈഫിൽ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഇൻഡീപ്പ് പോകുന്ന, അങ്ങനെ മോശമായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന, മോശമായിട്ട് തമ്പിടുന്ന, മോശമായിട്ട് അറിയാത്ത കാര്യങ്ങൾ പടച്ചു വിടുന്ന യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ തന്നെ എടുക്കണം. അതിപ്പോ നാളെ ഒരിക്കൽ ഞാനാണ് കയറി വന്നിട്ട് ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് കയറി എനിക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം, ഒരു കോമൺ സെൻസ് ഉള്ള ആളുകൾ അത്ര പേഴ്സണൽ ലൈഫാണോ? ചില സമയത്ത് ചില ആൾക്കാർ ഈ യൂട്യൂബിൽ വന്നിട്ട് അവർ ഡിവോഴ്സായി, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ത്, ഇതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. അത് അരി വാങ്ങിക്കാൻ ഉപയോഗിക്കരുത്. അത് അരി വാങ്ങിക്കാൻ ഉപയോഗിച്ചാൽ അത് ദഹിക്കൂല. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനാണ് ഡിവോഴ്സ് അല്ലെങ്കിൽ അവരുടെ മാനസികമായ പ്രശ്നങ്ങള് യുനോ അതൊക്കെ എന്തിനാണ് നമ്മൾ എടുത്തു വെച്ച് സംസാരിക്കുന്നത്?
ഇവർ തമ്മിൽ ഇതാക്കാണ്ടോ, എന്തായിരുന്നു റീൽസ്, ഇത് അവർ തമ്മിൽ പിരിഞ്ഞെങ്കിൽ അവർക്ക് തമ്മിൽ ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ പിരിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, അയ്യോ ഞാൻ രണ്ടാമത് കെട്ടിട്ടും ഡിവോഴ്സ് ആയ നാട്ടുകാർ നിന്നെപ്പറ്റി മോശം പറയാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് നിന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് ഇപ്പോഴും പറ്റാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്ര സ്ത്രീകളും പുരുഷന്മാരും ഈ ലോകത്തുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഈ മുടിഞ്ഞ സൊസൈറ്റിയിലെ ചില ആൾക്കാരുടെ മഞ്ഞ പിടിച്ച കണ്ണും വായിക്കും നാവിനും എല്ലില്ലാത്ത ലൈസൻസ് കൊണ്ടുള്ള വർത്താനവും കൊണ്ടാണ്. ഐ സപ്പോർട്ട് രേഖ ചേച്ചി, ടു ബി ഫ്രാങ്ക്. രേഖ ചേച്ചിയുടെ ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാണ്. ഇപ്പൊ ഈ വീഡിയോ കാണാൻ എന്തോന്ന് എനിക്കറിയില്ല. ആദ്യം ഇതൊരു എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ പകച്ചുന്നത്. ആൻഡ് ഇതൊരു കൈൻഡ് ഓഫ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഫേക്ക് അല്ലെങ്കിൽ പ്രാങ്ക് വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ടായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കും. ആൻഡ് എനിക്ക് വളരെ സ്ട്രൈക്ക് ആയ ഒരു കാര്യം, എന്തുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നു പറഞ്ഞു. പല പ്രാവശ്യം അവർ നോക്കിയിട്ട് അവർക്ക് അതിനുള്ള റിപ്ലൈ കിട്ടിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ഓൾറെഡി അവരുടെ പേഴ്സണൽ ഫാമിലി പ്രശ്നങ്ങൾ വേറെ, അത് പോരാഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ വീഡിയോസ് ഇങ്ങനെ ഓരോ പടച്ചുവിടുക, അതിന്റെ താഴെയുള്ള കമന്റ്സ് പാ അല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങൾക്കൊക്കെ ആരാ ലൈസൻസ് തന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഇങ്ങനെ വലിച്ചു കീറിയിട്ടും അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ കമന്റ് ഇടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്? ഒന്നാമത് ഈ ഫേക്ക് അക്കൗണ്ടിന്റെ ഒരു സംഭവം തന്നെ ഇൻസ്റ്റ, യൂട്യൂബ്, സോഷ്യൽ മീഡിയ ടീംസ് അതങ്ങോട്ട് കട്ട് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് അക്കൗണ്ട്സും കാര്യങ്ങളും ഉള്ള രീതിയിലുള്ള അക്കൗണ്ട്സ് മാത്രം മതി എന്നുള്ള സാധനം പറഞ്ഞു. സൈബർ ബുള്ളിങ് അതിന് ശക്തമായ ഒരു ആക്ഷൻ എടുക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പലതും വരും. രേഖ ചേച്ചി എന്തോ ഭാഗ്യത്തിന് ഇത് പുറത്ത് വന്ന് ഡിസ്ക്ലോസ് ചെയ്ത് സംസാരിച്ചു. അവരത് സംസാരിക്കാതെ എന്തെങ്കിലും ചെയ്തു വച്ചിരുന്നേ ആർക്ക് പോയി എന്ന് ആലോചിച്ച് നോക്കി. ഇതേപോലെ ഇങ്ങനെ പ്രശ്നങ്ങൾ, ഇപ്പൊ ചിന്നുപാപ്പുന്റെ കാര്യം ഞാൻ അതിനകത്ത് എടുത്തിട്ട്, അവരെ കണ്ടറിയില്ല അവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് മാത്രമാണ് അവർ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അപ്പം ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഒരാൾ ചിരിച്ച് സംസാരിക്കുന്നു, ഷീ ഓർ ഹീ ഈസ് ടോട്ടലി ഫൈൻ, അല്ലെങ്കിൽ ഒരാളുടെ പ്രശ്നം ഷെയർ ചെയ്യുന്നു, അത് അയാളുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്. വി ഡോണ്ട് ഹാവ് എനി കപ്പാസിറ്റി ടു ജഡ്ജ് അതേഴ്സ്, അതർ പീപ്പിൾസ് മെന്റൽ ഹെൽത്ത്. അത് എത്രത്തോളം പണ്ടാറടങ്ങിയിരിക്കാൻ നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഉപദ്രവിക്കാനും നിൽക്കണം, നിങ്ങൾ സഹായിക്കാനും നിൽക്കണം. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോ. അവരെത്ര കിട്ടിയല്ലോ, നിങ്ങളുടെ വീടിന്റെ ആധാരം ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങളുടെ വീട്ടിൽ അരി വേവാത്തന്റെ വിഷയമില്ല. പിന്നെ 5 കെട്ടി 4 കെട്ടി ഇത് കൗണ്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവരവരുടെ മോനായിട്ട് കാര്യങ്ങൾ ജീവിച്ച് സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോവാൻ നോക്കുന്നു. മനുഷ്യന് ജീവിക്കണ്ടേ? എപ്പോഴും ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ കംപ്രസ്ഡ് ആയിട്ട് ഇരിക്കണം? അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം. ഇതിൽ ആരാണ് അവരെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് വെച്ചാൽ അവർക്കെതിരെ നല്ല രീതിയിലുള്ള ശക്തമായ ഒരു ഇതെടുക്കണം. ഇവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കണം. അപ്പൊ ആദ്യം എനിക്ക് സംശയം വന്നത് എല്ലാ യൂട്യൂബേഴ്സിനെയും പറയുന്നത് എന്താണെന്നുള്ള സംശയം. പക്ഷെ ആ ചേച്ചി പറയുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ മെന്റലി ആകെ പ്രാന്തായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ആ ചേച്ചി അത് തുറന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് കുറച്ച് റിലീഫ് കിട്ടുന്നു. അപ്പൊ ചേച്ചി താങ്ക് യു പറഞ്ഞു ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തതില്. സപ്പോർട്ട് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് പോയിട്ട് കിള്ളിപ്പൊളിച്ച് അതിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കി, അതിനെ പറ്റി കഥ പറഞ്ഞു, അതിന് തംബ്നെയിൽ ഉണ്ടാക്കി, 5ാമത്തെ കല്യാണം 6ാമത്തെ കല്യാണം. എന്താണ് നിങ്ങൾക്ക്? ഗെറ്റ് എ ലൈഫ്. ഹായ് ഹലോ നമസ്കാരം ഗൈസ്. എല്ലാവരും ഓക്കെ ആയിട്ട് കൂളായിട്ട് ചില്ലായിട്ടിരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി ഞാനിവിടെ സംസാരിക്കാൻ വരുന്നത് രേഖ ചേച്ചിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ റിലേറ്റഡ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ബി ഫ്രാങ്ക്, 2026 പൊതുവെ ഭയങ്കര ഒരു വൃത്തികെട്ട അവസ്ഥയിലാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. 2 സ്ത്രീകളുടെ റീച്ചിന് വേണ്ടിയിട്ടുള്ള പരാക്രമം ആയിരുന്നു. അപ്പോൾ എനിക്കും വീഡിയോസും മറ്റു കാര്യങ്ങൾ കണ്ടപ്പോൾ ഇത് റീച്ചിന് വേണ്ടിയിട്ടാണോ? അതായത് പലരും ഇപ്പോൾ അവരവരുടെ പ്രൊമോഷൻസും അവരുടെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് റീച്ചിനായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് സോഷ്യൽ മീഡിയ കോടതിയല്ല. ഓക്കെ, അപ്പോ അതിനകത്ത് എന്താണ് കറക്റ്റ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എനിക്ക് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു ലൈഫിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയെ കാണിച്ചു. ദെൻ ഷീ സ്റ്റാർട്ടഡ് ഹെർ ഓൺ സാരി ബിസിനസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആഫ്റ്റർ ദാറ്റ് ആണ് ഈ ഇഷ്യൂസ് വന്നത്. അപ്പോ എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി. ആൻഡ് പെട്ടെന്ന് നമുക്കറിയില്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ണടച്ച് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. പ്രൊമോഷൻ ആണോ, റീലാണോ, പ്രാങ്ക് ആണോ, എന്തോ ഏത്? ആഫ്റ്റർ ഓൾ ചേച്ചി ഒരു അഭിനേത്രിയുമാണ്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എന്താണ് എന്നൊന്ന് എക്സാക്റ്റ് അറിയാം, 2 ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എക്സാക്റ്റ് സംഭവം മനസ്സിലായത്. അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ നിങ്ങളെല്ലാരും കണ്ടല്ലോ. അപ്പോ ഇതില് സോഷ്യൽ മീഡിയ ഒരു കോടതി അല്ല, അത് ചേച്ചി തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ചേച്ചി സോഷ്യൽ മീഡിയയിൽ വന്നതെന്നുള്ളതിന്റെ ഉത്തരം ചേച്ചി അതിനകത്ത് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം പലയിടത്തും കംപ്ലൈന്റ് ചെയ്തിട്ടും അതിന് വ്യക്തമായ ഒരു മറുപടി കിട്ടുന്നില്ല. അപ്പൊ എന്താണ് ആളുകളുടെ ഒരു ചിന്താഗതി? ഇഫ് എനിത്തിങ് ഹാപ്പൻസ്, ഇപ്പൊ പലരും വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് മോബ് വയലൻസ് ഓർ മോബ് സപ്പോർട്ട് അല്ലെങ്കിൽ
അങ്ങനെ ഓരോ ആളുകളിൽ നിന്നും ഈ സംഭവം ഷെയർ ചെയ്ത് ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു വിപ്ലവം ആകുമ്പോഴാണ് നിയമപരമായിട്ടൊരു സംഭവത്തിലോട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് രേഖ ചേച്ചി, എനിക്കും തോന്നി എന്താണ് എല്ലാ യൂട്യൂബേഴ്സിനെയും അടച്ചാക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് പേര് പറഞ്ഞുകൂടാ, പ്രൂഫ് പറഞ്ഞുകൂടാ എന്നൊക്കെ എനിക്കും ഉള്ളിൽ തോന്നി. കാരണം നമ്മളൊന്നും പേഴ്സണലി ഞാനാണെങ്കിലും ലൈക്ക് ഒരാളുടെ ലൈഫ് അങ്ങനെ മനഃപൂർവ്വം വലിച്ചു കീറരുത് എന്നുള്ള ഒരു പക്ഷത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ ദീപകിന്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ എല്ലാ സ്ത്രീകളും അടച്ച് സംസാരിക്കരുത്, സ്ത്രീകൾക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ, എനിക്ക് ഉണ്ടായ ഒരു വൃത്തികെട്ട ഒരു അവസ്ഥ ഷെയർ ചെയ്തപ്പോൾ കേരളത്തിലെ കുറെ പ്രബുദ്ധ യുനോ എന്താ പറയാ ഭയങ്കര വിശാലമായിട്ട് ചിന്തിക്കുന്ന മരിറ്റൽ റേപ്പ് എന്താന്ന് പോലും അറിയാത്ത കുറെ വെടലന്മാരും വെടലത്തികളും വന്നിട്ട് കുറെ കമന്റ് ഇടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ നമുക്കത് മനസ്സിലാവും ആ ഒരു ബുള്ളിങ്ങും പെയിനും കാര്യങ്ങളെല്ലാം. അപ്പോ ചേച്ചിയുടെ അവസ്ഥ അപ്പൊ എനിക്ക് മനസ്സിലാവും, ഓക്കെ സംതിങ് സീരിയസ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ സ്വന്തം മോൻ വന്നിട്ട് സാരി മാറണ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നല്ല അമ്മയ്ക്കും അച്ഛനും ജനിക്കണം. മനസ്സിലായോ? അവര് ഒരു കല്യാണോ 2 കല്യാണോ 10 കല്യാണോ കഴിച്ചാൽ ഇവിടെ ആർക്കാണ് വിഷയം? ഇവിടെ ആർക്കാണ് വിഷയം? അവർ പറഞ്ഞു മറുനാട് മലയാളി, പല ആൾക്കാരുടെ പേരും അതിനകത്ത് അവർ മെൻഷൻ ചെയ്തു. ഇവരൊക്കെ എന്താണ്? രേഖ ചേച്ചിയുടെ ജീവിതം കാര്യങ്ങൾ എടുത്തു പോകുന്നു. ഇപ്പൊ കല്യാണം എന്ന് പറയുന്നത് പുറത്തുനിന്ന് കാണുമ്പോൾ വാവ് ആണെങ്കിലും അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന 2 ആൾക്കാരാണ് ഇതിന്റെ ഇൻഡീപ്പ് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നത്. എന്താണ് വേണ്ടത്? ആദ്യം ഒരു കല്യാണം കഴിച്ചു, ഡിവോഴ്സ് ആയി. രണ്ടാമതൊരു കല്യാണം കഴിച്ചു, അയ്യോ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല, നാട്ടുകാർ എന്ത് ചെയ്യും, എന്ത് വിചാരിക്കും, എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന് ആലോചിച്ച് ആ ഒരു സാധനം തുപ്പാനും വയ്യ ഇറക്കാനും വയ്യാതെ ഇങ്ങനെ തൊണ്ടയിൽ പുഴുത്ത് ഒരു സ്ത്രീ ജീവിതം നശിപ്പിക്കണോ? അതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് 3 കെട്ടി, 4 കെട്ടി, 5 കെട്ടി, എന്തിനാണ് ഇങ്ങനെ അഞ്ചാമത്തെ അപ്പൊ നിങ്ങൾ ഇത് നോക്കിയിരിക്കുകയാണോ? അവർക്ക് അവരുടേതായ പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന് ചേച്ചി പറയുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, യെസ് ഓഫ് കോഴ്സ് അവർക്കേ മനസ്സിലാവുള്ളൂ. എന്തിനാണ് ഒരാളുടെ ഇൻഡീപ്പ് പേഴ്സണൽ കാര്യങ്ങളിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ ബെഡ്റൂമിലോട്ട് പോകുന്നത്, ഒരാളുടെ വളരെയധികം പ്രൈവസി ക്രോസ് ചെയ്ത് മീഡിയാസ് പോകേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ചില യൂട്യൂബേഴ്സ് പോകുന്ന എന്തിനാണ്? റീച്ചിനും വ്യൂസിനും. ആ പൈസക്ക് വീട്ടുകാർക്ക് ഫുഡ് വാങ്ങിച്ചു കഴിക്കാനും, വീഡിയോ ചെയ്യുന്നത് ആരാണോ അവർക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് വളരെ മോശമായ ഒരു പ്രക്രിയയല്ലേ? ഇപ്പോ ദീപകിന്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് ഓൺലൈൻ മീഡിയാസും അല്ലെങ്കിൽ ചില യൂട്യൂബേഴ്സും അവരവരുടെ ലൈഫിന് വേണ്ടിയിട്ട്, അവരവരുടെ ഏണിങ്സിന് വേണ്ടിയിട്ട് മറ്റു ആൾക്കാരുടെ ജീവിതം എടുത്തു വെച്ച് പടച്ചു വിടുമ്പോൾ, സത്യാവസ്ഥ എന്താന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുമ്പോൾ, പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും സമനില തെറ്റി ആ വ്യക്തി, ആരെ പറ്റിയിട്ടാണോ നിങ്ങൾ പറയുന്നത്, ആ വ്യക്തി എന്തെങ്കിലും ചെയ്തു വച്ചാൽ അത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാൾ ഡിസ്കസ് ചെയ്ത് പോകും. അല്ലെങ്കിൽ ഒരു എന്താ പറയാ അവളുടെ ഒപ്പം അല്ലെങ്കിൽ അവന്റെ ഒപ്പം എന്ന് പറഞ്ഞ ഒരു ഹാഷ്ടാഗ് വരും. പക്ഷെ അതിന്റെ ഒരു താപം നിങ്ങളുടെ തലയിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. ഒരുപാട് കോണ്ടന്റ് ഉണ്ട് ഇവിടെ സംസാരിക്കാനായിട്ട്. അതേപോലെ തന്നെ തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പോ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിനെ സംസാരിക്കാം. എന്തിനാണ് അവൾ അങ്ങനെയാണ് അവൻ അങ്ങനെയാണെന്നുള്ളൊരു ഇൻഡീപ്പിലേക്ക് ക്രോസ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. തമ്പില് സ്വന്തം എന്താ പറയാ അച്ഛനും അമ്മയെ പറ്റിയിട്ട് പറയാൻ പറ്റിയ അതും പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പ് കണ്ടാലേ ആൾക്കാർ ക്ലിക്ക് ചെയ്യൂ. മനസ്സിലായോ? അങ്ങനെ ഒരു പ്രവണത സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തമ്പിൽ എന്തും പടച്ചിടാം. ഓക്കെ, അപ്പോ ഈ രേഖ ചേച്ചി എന്ന് പറയുന്ന ആള് ഈ ഭൂലോകത്ത് ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവർക്ക് പറ്റുന്നില്ല. പിന്നെ ജീവിതകാലം മുഴുവൻ അവർ ഒറ്റയ്ക്ക് ജീവിക്കണോ? ഈ നാട്ടുകാരെയും ഒരു കാശിനും കണിക്കും കൊള്ളാത്ത ഉപദ്രവം മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഒരു മാനസിക അവസ്ഥ, ഓക്കെ ആണോ ശരിയാണോ, ഒരു 2 മിനിറ്റ് അവരെ കേൾക്കാൻ പോലും സമയം കൊടുക്കാതെ, അല്ലെങ്കിൽ അതിനുള്ള സമയത്തിന് നിൽക്കാതെ ഇങ്ങനെ അവർ 5 കെട്ടി 6 കെട്ടി, നിങ്ങൾക്ക് എന്താണ് മച്ചാന്മാരെ പ്രശ്നം? അവരുടെ ജീവിതം ജീവിച്ചു പോയിക്കോട്ടെ. അതിനെന്തിനാണ്? ഒരു മോനുണ്ട്, ഇപ്പൊ സ്വന്തം മോള് അല്ലെങ്കിൽ മോൻ വന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും പറയാൻ കുറെ ആൾക്കാരുണ്ടാവും, മര്യാദയ്ക്ക് നടക്കണം, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നു. എന്ത് മര്യാദയ്ക്ക് നടക്കണമെന്ന് നിങ്ങളാണോ റൂൾ ബുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ അവർ സഫർ ചെയ്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലാവൂ? പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഓരോ വ്യക്തികൾക്കും അവരുടെ ലൈഫിൽ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഇൻഡീപ്പ് പോകുന്ന, അങ്ങനെ മോശമായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന, മോശമായിട്ട് തമ്പിടുന്ന, മോശമായിട്ട് അറിയാത്ത കാര്യങ്ങൾ പടച്ചു വിടുന്ന യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ തന്നെ എടുക്കണം. അതിപ്പോ നാളെ ഒരിക്കൽ ഞാനാണ് കയറി വന്നിട്ട് ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് കയറി എനിക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം, ഒരു കോമൺ സെൻസ് ഉള്ള ആളുകൾ അത്ര പേഴ്സണൽ ലൈഫാണോ, ചില സമയത്ത് ചില ആൾക്കാർ ഈ യൂട്യൂബിൽ വന്നിട്ട് അവർ ഡിവോഴ്സായി, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ത്, ഇതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. അത് അരി വാങ്ങിക്കാൻ ഉപയോഗിക്കരുത്. അത് അരി വാങ്ങിക്കാൻ ഉപയോഗിച്ചാൽ അത് ദഹിക്കൂല. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനാണ് ഡിവോഴ്സ് അല്ലെങ്കിൽ അവരുടെ മാനസികമായ പ്രശ്നങ്ങൾ, യുനോ, അതൊക്കെ എന്തിനാണ് നമ്മൾ എടുത്തു വെച്ച് സംസാരിക്കുന്നത്?
ഇവർ തമ്മിൽ ഇതാക്കണ്ടോ, എന്തായിരുന്നു റീൽസ്, ഇത് അവർ തമ്മിൽ പിരിഞ്ഞു. അവർ തമ്മിൽ പിരിഞ്ഞെങ്കിൽ അവർക്ക് തമ്മിൽ ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ പിരിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, അയ്യോ ഞാൻ രണ്ടാമത് കെട്ടിട്ടും ഡിവോഴ്സ് ആയ നാട്ടുകാർ നിന്നെപ്പറ്റി മോശം പറയാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് നിന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് ഇപ്പോഴും പറ്റാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്ര സ്ത്രീകളും പുരുഷന്മാരും ഈ ലോകത്തുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഈ മുടിഞ്ഞ സൊസൈറ്റിയിലെ ചില ആൾക്കാരുടെ മഞ്ഞ പിടിച്ച കണ്ണും വായിക്കും നാവിനും എല്ലില്ലാത്ത ലൈസൻസ് കൊണ്ടുള്ള വർത്താനവും കൊണ്ടാണ്. ഐ സപ്പോർട്ട് രേഖ ചേച്ചി, ടു ബി ഫ്രാങ്ക്. ഞാൻ രേഖ ചേച്ചിയുടെ ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാണ്. ഇപ്പൊ ഈ വീഡിയോ കാണാൻ എന്തോന്ന് എനിക്കറിയില്ല. ആദ്യം ഇതൊരു എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ പകച്ചുന്നത്. ആൻഡ് ഇതൊരു കൈൻഡ് ഓഫ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഫേക്ക് അല്ലെങ്കിൽ പ്രാങ്ക് വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ടായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കും. ആൻഡ് എനിക്ക് വളരെ സ്ട്രൈക്ക് ആയ ഒരു കാര്യം, എന്തുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നു പറഞ്ഞു. പല പ്രാവശ്യം അവർ നോക്കിയിട്ട് അവർക്ക് അതിനുള്ള റിപ്ലൈ കിട്ടിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ഓൾറെഡി അവരുടെ പേഴ്സണൽ ഫാമിലി പ്രശ്നങ്ങൾ വേറെ, അത് പോരാഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ വീഡിയോസ് ഇങ്ങനെ ഓരോ പടച്ചുവിടുക, അതിന്റെ താഴെയുള്ള കമന്റ്സ് പാ അല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങൾക്കൊക്കെ ആരാ ലൈസൻസ് തന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഇങ്ങനെ വലിച്ചു കീറിയിട്ടും അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ കമന്റ് ഇടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്? ഒന്നാമത് ഈ ഫേക്ക് അക്കൗണ്ടിന്റെ ഒരു സംഭവം തന്നെ ഇൻസ്റ്റാ, യൂട്യൂബ്, സോഷ്യൽ മീഡിയ ടീംസ് അതങ്ങോട്ട് കട്ട് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് അക്കൗണ്ട്സും കാര്യങ്ങളും ഉള്ള രീതിയിലുള്ള അക്കൗണ്ട്സ് മാത്രം മതി എന്നുള്ള സാധനം പറഞ്ഞു. സൈബർ ബുള്ളിങ് അതിന് ശക്തമായ ഒരു ആക്ഷൻ എടുക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പലതും വരും. രേഖ ചേച്ചി എന്തോ ഭാഗ്യത്തിന് ഇത് പുറത്ത് വന്ന് ഡിസ്ക്ലോസ് ചെയ്ത് സംസാരിച്ചു. അവരത് സംസാരിക്കാതെ എന്തെങ്കിലും ചെയ്തു വച്ചിരുന്നേ ആർക്ക് പോയി എന്ന് ആലോചിച്ച് നോക്കി. ഇതേപോലെ ഇങ്ങനെ പ്രശ്നങ്ങൾ, ഇപ്പൊ ചിന്നുപാപ്പുന്റെ കാര്യം ഞാനത് എടുത്തിട്ട്, അവരെ കണ്ടറിയില്ല അവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് മാത്രമാണ് അവർ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അപ്പം ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഒരാൾ ചിരിച്ച് സംസാരിക്കുന്നു, ഷീ ഓർ ഹീ ഈസ് ടോട്ടലി ഫൈൻ. അല്ലെങ്കിൽ ഒരാളുടെ പ്രശ്നം ഷെയർ ചെയ്യുന്നു, ഓ അത് അയാളുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്. വി ഡോണ്ട് ഹാവ് എനി കപ്പാസിറ്റി ടു ജഡ്ജ് അതേഴ്സ്, അതർ പീപ്പിൾസ് മെന്റൽ ഹെൽത്ത്. അത് എത്രത്തോളം പണ്ടാരടങ്ങിയിരിക്കാന്ന് നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഉപദ്രവിക്കാനും നിൽക്കണം, നിങ്ങൾ സഹായിക്കാനും നിൽക്കണം. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോ. അവരെത്ര കിട്ടിയാലും നിങ്ങളുടെ വീടിന്റെ ആധാരം ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ അരി വേവാത്തന്റെ വിഷയമില്ല. പിന്നെ 5 കെട്ടി 4 കെട്ടി ഇത് കൗണ്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവരവരെ മോനായിട്ട് കാര്യങ്ങൾ ജീവിച്ച് സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോവാൻ നോക്കുന്നു. മനുഷ്യന് ജീവിക്കണ്ടേ? എപ്പോഴും ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ കംപ്രസ്ഡ് ആയിട്ട് ഇരിക്കണം? അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം. ഇതിൽ ആരാണ് അവരെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് വെച്ചാൽ അവർക്കെതിരെ നല്ല രീതിയിലുള്ള ശക്തമായ ഒരു ഇതെടുക്കണം. ഇവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കണം. അപ്പൊ ആദ്യം എനിക്ക് സംശയം വന്നത് എല്ലാ യൂട്യൂബേഴ്സിനെയും പറയുന്ന എന്താണെന്നുള്ള സംശയം. പക്ഷെ ആ ചേച്ചി പറയുന്നില്ല ആ ഒരു സിറ്റുവേഷൻ മെന്റലി ആകെ പ്രാന്തായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ആ ചേച്ചി അത് തുറന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് കുറച്ച് റിലീഫ് കിട്ടുന്നു. അപ്പൊ ചേച്ചി താങ്ക് യു പറഞ്ഞു ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തതില്. സപ്പോർട്ട് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് പോയിട്ട് കിള്ളിപ്പൊളിച്ച് അതിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കി, അതിനെ പറ്റി കഥ പറഞ്ഞു, അതിന് തമ്മിൽ ഉണ്ടാക്കി, 5ാമത്തെ കല്യാണം 6ാമത്തെ കല്യാണം. എന്താണ് നിങ്ങൾക്ക്? ഗെറ്റ് എ ലൈഫ്. ഹായ് ഹലോ നമസ്കാരം ഗൈസ്. എല്ലാവരും ഓക്കെ ആയിട്ട് കൂളായിട്ട് ചില്ലായിട്ടിരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. ആക്ച്വലി ഞാനിവിടെ സംസാരിക്കാൻ വരുന്നത് രേഖ ചേച്ചിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ റിലേറ്റഡ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ബി ഫ്രാങ്ക്, 2026 പൊതുവെ ഭയങ്കര ഒരു വൃത്തികെട്ട അവസ്ഥയിലാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. 2 സ്ത്രീകളുടെ റീച്ചിന് വേണ്ടിയിട്ടുള്ള പരാക്രമം ആയിരുന്നു. അപ്പോൾ എനിക്കും വീഡിയോസും മറ്റു കാര്യങ്ങൾ കണ്ടപ്പോൾ ഇത് റീച്ചിന് വേണ്ടിയിട്ടാണോ? അതായത് പലരും ഇപ്പോൾ അവരവരുടെ പ്രൊമോഷൻസും അവരുടെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് റീച്ചിനായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് സോഷ്യൽ മീഡിയ കോടതിയല്ല. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്താണ് കറക്റ്റ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എനിക്ക് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു ലൈഫിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയെ കാണിച്ചു. ദെൻ ഷീ സ്റ്റാർട്ടഡ് ഹെർ ഓൺ സാരി ബിസിനസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആഫ്റ്റർ ദാറ്റ് ആണ് ഈ ഇഷ്യൂസ് വന്നത്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി. ആൻഡ് പെട്ടെന്ന് നമുക്കറിയില്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ണടച്ച് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. പ്രൊമോഷനാണോ, റീലാണോ, പ്രാങ്ക് ആണോ, എന്തോ ഏത്? ആഫ്റ്റർ ഓൾ ചേച്ചി ഒരു അഭിനേത്രിയുമാണ്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് എന്താണ് എന്നൊന്ന് എക്സാക്റ്റ് അറിയാം, 2 ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എക്സാക്റ്റ് സംഭവം മനസ്സിലായത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പോ ഇതില് സോഷ്യൽ മീഡിയ ഒരു കോടതി അല്ല, അത് ചേച്ചി തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ചേച്ചി സോഷ്യൽ മീഡിയയിൽ വന്നതെന്നുള്ളതിന്റെ ഉത്തരവും ചേച്ചി അതിനകത്ത് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം പലയിടത്തും കംപ്ലൈന്റ് ചെയ്തിട്ടും അതിന് വ്യക്തമായ ഒരു മറുപടി കിട്ടുന്നില്ല. അപ്പൊ എന്താണ് ആളുകളുടെ ഒരു ചിന്താഗതി? ഇഫ് എനിത്തിങ് ഹാപ്പൻസ്, ഇപ്പൊ പലരും വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് മോബ് വയലൻസ് ഓർ മോബ് സപ്പോർട്ട് അല്ലെങ്കിൽ
അങ്ങനെ ഓരോ ആളുകളിൽ നിന്നും ഈ സംഭവം ഷെയർ ചെയ്ത് ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു വിപ്ലവമാകുമ്പോഴാണ് നിയമപരമായിട്ടൊരു സംഭവത്തിലോട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു സിറ്റുവേഷൻ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് രേഖ ചേച്ചി, എനിക്കും തോന്നി എന്താണ് എല്ലാ യൂട്യൂബേഴ്സിനെയും അടച്ചാക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് പേര് പറഞ്ഞുകൂടാ, പ്രൂഫ് പറഞ്ഞുകൂടാ എന്നൊക്കെ എനിക്കും ഉള്ളിൽ തോന്നി. കാരണം നമ്മളൊന്നും പേഴ്സണലി ഞാനാണെങ്കിലും ലൈക്ക് ഒരാളുടെ ലൈഫ് അങ്ങനെ മനഃപൂർവ്വം വലിച്ചു കീറരുത് എന്നുള്ള ഒരു പക്ഷത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ ദീപകിന്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ എല്ലാ സ്ത്രീകളും അടച്ച് സംസാരിക്കരുത്, സ്ത്രീകൾക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ, എനിക്ക് ഉണ്ടായ ഒരു വൃത്തികെട്ട ഒരു അവസ്ഥ ഷെയർ ചെയ്തപ്പോൾ കേരളത്തിലെ കുറെ പ്രബുദ്ധ യുനോ എന്താ പറയാ ഭയങ്കര വിശാലമായിട്ട് ചിന്തിക്കുന്ന, മെറിറ്റൽ റേപ്പ് എന്താന്ന് പോലും അറിയാത്ത കുറെ വെടലന്മാരും വെടലത്തികളും വന്നിട്ട് കുറെ കമന്റ് ഇടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ നമുക്കത് മനസ്സിലാവും ആ ഒരു ബുള്ളിങ്ങും പെയിനും കാര്യങ്ങളെല്ലാം. അപ്പോ ചേച്ചിയുടെ അവസ്ഥ അപ്പൊ എനിക്ക് മനസ്സിലാവും, ഓക്കെ സംതിങ് സീരിയസ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ സ്വന്തം മോൻ വന്നിട്ട് സാരി മാറണ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നല്ല അമ്മയ്ക്കും അച്ഛനും ജനിക്കണം. മനസ്സിലായോ? അവര് ഒരു കല്യാണോ 2 കല്യാണോ 10 കല്യാണോ കഴിച്ചാൽ ഇവിടെ ആർക്കാണ് വിഷയം? അവർ പറഞ്ഞു മറുനാടൻ മലയാളി, പല ആൾക്കാരുടെ പേരും അതിനകത്ത് അവർ മെൻഷൻ ചെയ്തു. ഇവർക്കൊക്കെ എന്താണ്? രേഖ ചേച്ചിയുടെ ജീവിതം കാര്യങ്ങൾ എടുത്തു പോകുന്നു. ഇപ്പൊ കല്യാണം എന്ന് പറയുന്നത് പുറത്തുനിന്ന് കാണുമ്പോൾ വാവ് ആണെങ്കിലും അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന 2 ആൾക്കാരാണ് ഇതിന്റെ ഇൻഡീപ്പ് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നത്. എന്താണ് വേണ്ടത്? ആദ്യം ഒരു കല്യാണം കഴിച്ചു, ഡിവോഴ്സ് ആയി. രണ്ടാമതൊരു കല്യാണം കഴിച്ചു, അയ്യോ ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല, നാട്ടുകാർ എന്ത് ചെയ്യും, എന്ത് വിചാരിക്കും, എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്ന് ആലോചിച്ച് ആ ഒരു സാധനം തുപ്പാനും വയ്യ ഇറക്കാനും വയ്യാതെ ഇങ്ങനെ തൊണ്ടയിൽ പുഴുത്ത് ഒരു സ്ത്രീ ജീവിതം നശിപ്പിക്കണോ? അതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് 3 കെട്ടി 4 കെട്ടി 5 കെട്ടി എന്തിനാണ് ഇങ്ങനെ 5ാമത്തെ അപ്പൊ നിങ്ങൾ ഇത് നോക്കിയിരിക്കുകയാണോ? അവർക്ക് അവരുടേതായ പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന് ചേച്ചി പറയുന്നുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, യെസ് ഓഫ് കോഴ്സ് അവർക്കേ മനസ്സിലാവുള്ളൂ. എന്തിനാണ് ഒരാളുടെ ഇൻഡീപ്പ് പേഴ്സണൽ കാര്യങ്ങളിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ ബെഡ്റൂമിലോട്ട് പോകുന്നത്, ഒരാളുടെ വളരെയധികം പ്രൈവസി ക്രോസ് ചെയ്ത് മീഡിയാസ് പോകേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ചില യൂട്യൂബേഴ്സ് പോകുന്ന എന്തിനാണ്? റീച്ചിനും വ്യൂസിനും. ആ പൈസക്ക് വീട്ടുകാർക്ക് ഫുഡ് വാങ്ങിച്ചു കഴിക്കാനും വീഡിയോ ചെയ്യുന്നത് ആരാണോ അവർക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് വളരെ മോശമായ ഒരു പ്രക്രിയയല്ലേ? ഇപ്പോ ദീപകിന്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് ഓൺലൈൻ മീഡിയാസും അല്ലെങ്കിൽ ചില യൂട്യൂബേഴ്സും അവരവരുടെ ലൈഫിന് വേണ്ടിയിട്ട്, അവരവരുടെ ഏണിങ്സിന് വേണ്ടിയിട്ട് മറ്റു ആൾക്കാരുടെ ജീവിതം എടുത്തു വെച്ച് പടച്ചു വിടുമ്പോൾ, സത്യാവസ്ഥ എന്താന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുമ്പോൾ, പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും സമനില തെറ്റി ആ വ്യക്തി, ആരെ പറ്റിയിട്ടാണോ നിങ്ങൾ പറയുന്നത്, ആ വ്യക്തി എന്തെങ്കിലും ചെയ്തു വച്ചാൽ അത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് നാൾ ഡിസ്കസ് ചെയ്ത് പോകും. അല്ലെങ്കിൽ ഒരു എന്താ പറയാ അവളുടെ ഒപ്പം അല്ലെങ്കിൽ അവന്റെ ഒപ്പം എന്ന് പറഞ്ഞ ഒരു ഹാഷ്ടാഗ് വരും. പക്ഷെ അതിന്റെ ഒരു താപം നിങ്ങളുടെ തലേന്ന് ഒരിക്കലും പോകത്തില്ല. ഒരുപാട് കോണ്ടന്റ് ഉണ്ട് ഇവിടെ സംസാരിക്കാനായിട്ട്. അതേപോലെ തന്നെ തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പോ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിനെ സംസാരിക്കാം. എന്തിനാണ് അവൾ അങ്ങനെയാണ് അവൻ അങ്ങനെയാണെന്നുള്ളൊരു ഇൻഡീപ്പിലേക്ക് ക്രോസ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. തമ്പില് സ്വന്തം എന്താ പറയാ അച്ഛനും അമ്മയെ പറ്റിയിട്ട് പറയാൻ പറ്റിയ അതും പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പ് കണ്ടാലേ ആൾക്കാർ ക്ലിക്ക് ചെയ്യൂ. മനസ്സിലായോ? അങ്ങനെ ഒരു പ്രവണത സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തമ്പിൽ എന്തും പടച്ചിടാം. ഓക്കെ, അപ്പോ ഈ രേഖ ചേച്ചി എന്ന് പറയുന്ന ആള് ഈ ഭൂലോകത്ത് ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവർക്ക് പറ്റുന്നില്ല. പിന്നെ ജീവിതകാലം മുഴുവൻ അവർ ഒറ്റയ്ക്ക് ജീവിക്കണോ? ഈ നാട്ടുകാരെയും ഒരു കാശിനും കണിക്കും കൊള്ളാത്ത ഉപദ്രവം മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഒരു മാനസികാവസ്ഥ, ഓക്കെ ആണോ ശരിയാണോ, ഒരു 2 മിനിറ്റ് അവരെ കേൾക്കാൻ പോലും സമയം കൊടുക്കാതെ, അല്ലെങ്കിൽ അതിനുള്ള സമയത്തിന് നിൽക്കാതെ ഇങ്ങനെ അവർ 5 കെട്ടി 6 കെട്ടി, നിങ്ങൾക്ക് എന്താണ് മച്ചാന്മാരെ പ്രശ്നം? അവരുടെ ജീവിതം ജീവിച്ചു പോയിക്കോട്ടെ. അതിനെന്തിനാണ്? ഒരു മോനുണ്ട്, ഇപ്പൊ സ്വന്തം മോള് അല്ലെങ്കിൽ മോൻ വന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും പറയാൻ കുറെ ആൾക്കാരുണ്ടാവും, മര്യാദയ്ക്ക് നടക്കണം, മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നു. എന്ത് മര്യാദയ്ക്ക് നടക്കണമെന്ന് നിങ്ങളാണോ റൂൾ ബുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ അവർ സഫർ ചെയ്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലാവൂ? പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഓരോ വ്യക്തികൾക്കും അവരുടെ ലൈഫിൽ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് ഇൻഡീപ്പ് പോകുന്ന, അങ്ങനെ മോശമായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന, മോശമായിട്ട് തമ്പിടുന്ന, മോശമായിട്ട് അറിയാത്ത കാര്യങ്ങൾ പടച്ചു വിടുന്ന യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ തന്നെ എടുക്കണം. അതിപ്പോ നാളെ ഒരിക്കൽ ഞാനാണ് കയറി വന്നിട്ട് ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് കയറി എനിക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം, ഒരു കോമൺ സെൻസ് ഉള്ള ആളുകൾ അത്ര പേഴ്സണൽ ലൈഫാണോ? ചില സമയത്ത് ചില ആൾക്കാർ ഈ യൂട്യൂബിൽ വന്നിട്ട് അവർ ഡിവോഴ്സായി, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ത്, ഇതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. അത് അരി വാങ്ങിക്കാൻ ഉപയോഗിക്കരുത്. അത് അരി വാങ്ങിക്കാൻ ഉപയോഗിച്ചാൽ അത് ദഹിക്കൂല. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തിനാണ് ഡിവോഴ്സ് അല്ലെങ്കിൽ അവരുടെ മാനസികമായ പ്രശ്നങ്ങൾ, യുനോ അതൊക്കെ എന്തിനാണ് നമ്മൾ എടുത്തു വെച്ച് സംസാരിക്കുന്നത്?
ഇവർ തമ്മിൽ ഇതാക്കാണ്ടോ, എന്തായിരുന്നു റീൽസ്, ഇത് അവർ തമ്മിൽ പിരിഞ്ഞു. അവർ തമ്മിൽ പിരിഞ്ഞെങ്കിൽ അവർക്ക് തമ്മിൽ ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ പിരിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, അയ്യോ ഞാൻ രണ്ടാമത് കെട്ടിട്ടും ഡിവോഴ്സായ നാട്ടുകാർ നിന്നെ പറ്റി മോശം പറയാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് നിന്നെ പറ്റി എന്ത് വിചാരിക്കുന്നു വിചാരിച്ച് ഇപ്പോഴും പറ്റാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്ര സ്ത്രീകളും പുരുഷന്മാരും ഈ ലോകത്തുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഈ മുടിഞ്ഞ സൊസൈറ്റിയിലെ ചില ആൾക്കാരുടെ മഞ്ഞ പിടിച്ച കണ്ണും വായിക്കും നാവിനും എല്ലില്ലാത്ത ലൈസൻസ് കൊണ്ടുള്ള വർത്താനവും കൊണ്ടാണ്. ഐ സപ്പോർട്ട് രേഖ ചേച്ചി, ടു ബി ഫ്രാങ്ക്. ഞാൻ രേഖ ചേച്ചിയുടെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാണ്. ഇപ്പൊ ഈ വീഡിയോ കാണാൻ എന്തോന്ന് എനിക്കറിയില്ല. ആദ്യം ഇതൊരു എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ പകച്ചുന്നത്. ആൻഡ് ഇതൊരു കൈൻഡ് ഓഫ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഫേക്ക് അല്ലെങ്കിൽ പ്രാങ്ക് വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ടായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കും. ആൻഡ് എനിക്ക് വളരെ സ്ട്രൈക്ക് ആയ ഒരു കാര്യം, എന്തുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നു പറഞ്ഞു. പല പ്രാവശ്യം അവർ നോക്കിയിട്ട് അവർക്ക് അതിനുള്ള റിപ്ലൈ കിട്ടിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ഓൾറെഡി അവരുടെ പേഴ്സണൽ ഫാമിലി പ്രശ്നങ്ങൾ വേറെ, അത് പോരാഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ വീഡിയോസ് ഇങ്ങനെ ഓരോ പടച്ചുവിടുക, അതിന്റെ താഴെയുള്ള കമന്റ്സ് പാ അല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങൾക്കൊക്കെ ആരാ ലൈസൻസ് തന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വലിച്ചു കീറിയിട്ടും അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ കമന്റ് ഇടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്? ഒന്നാമത് ഈ ഫേക്ക് അക്കൗണ്ടിന്റെ ഒരു സംഭവം തന്നെ ഇൻസ്റ്റാ, യൂട്യൂബ്, സോഷ്യൽ മീഡിയ ടീംസ് അതങ്ങോട്ട് കട്ട് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് അക്കൗണ്ട്സും കാര്യങ്ങളും ഉള്ള രീതിയിലുള്ള അക്കൗണ്ട്സ് മാത്രം മതി എന്നുള്ള സാധനം പറഞ്ഞു. സൈബർ ബുള്ളിങ് അതിന് ശക്തമായ ഒരു ആക്ഷൻ എടുക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പലതും വരും. രേഖ ചേച്ചി എന്തോ ഭാഗ്യത്തിന് ഇത് പുറത്ത് വന്ന് ഡിസ്ക്ലോസ് ചെയ്ത് സംസാരിച്ചു. അവരത് സംസാരിക്കാതെ എന്തെങ്കിലും ചെയ്തു വച്ചിരുന്നേ ആർക്ക് പോയി എന്ന് ആലോചിച്ച് നോക്കി. ഇതേപോലെ ഇങ്ങനെ പ്രശ്നങ്ങൾ, ഇപ്പൊ ചിന്നുപാപ്പുന്റെ കാര്യം ഞാൻ അതിനകത്ത് എടുത്തില്ല. അവരെ കണ്ടറിയില്ല അവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് മാത്രമാണ് അവർ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അപ്പം ഒരാളുടെ മാനസികാവസ്ഥ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഒരാൾ ചിരിച്ച് സംസാരിക്കുന്നു, ഷീ ഓർ ഹീ ഈസ് ടോട്ടലി ഫൈൻ, അല്ലെങ്കിൽ ഒരാളുടെ പ്രശ്നം ഷെയർ ചെയ്യുന്നു, അത് അയാളുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്. വി ഡോണ്ട് ഹാവ് എനി കപ്പാസിറ്റി ടു ജഡ്ജ് അതേഴ്സ്, അതർ പീപ്പിൾസ് മെന്റൽ ഹെൽത്ത്. അത് എത്രത്തോളം പണ്ടാറടങ്ങിയിരിക്കാന്ന് നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഉപദ്രവിക്കാനും നിൽക്കണം, നിങ്ങൾ സഹായിക്കാനും നിൽക്കണം. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയിക്കോ. അവരെത്ര കിട്ടിയല്ലോ, നിങ്ങളുടെ വീടിന്റെ ആധാരം ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങളുടെ വീട്ടിൽ അരി വേവാത്തന്റെ വിഷയമില്ല, പിന്നെ 5 കെട്ടി 4 കെട്ടി, ഇത് കൗണ്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവരവരുടെ മോനായിട്ട് കാര്യങ്ങൾ ജീവിച്ച് സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോവാൻ നോക്കുന്നു. മനുഷ്യന് ജീവിക്കണ്ടേ? എപ്പോഴും ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ കംപ്രസ്ഡ് ആയിട്ട് ഇരിക്കണം? അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം. ഇതിൽ ആരാണ് അവരെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് വെച്ചാൽ അവർക്കെതിരെ നല്ല രീതിയിലുള്ള ശക്തമായ ഒരു ഇതെടുക്കണം. ഇവിടെ മനുഷ്യന്മാർക്ക് ജീവിക്കണം. അപ്പൊ ആദ്യം എനിക്ക് സംശയം വന്നത് എല്ലാ യൂട്യൂബേഴ്സിനെയും പറയുന്ന എന്താണെന്നുള്ള സംശയം. പക്ഷെ ആ ചേച്ചി പറയുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ മെന്റലി ആകെ പ്രാന്തായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ആ ചേച്ചി അത് തുറന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് കുറച്ച് റിലീഫ് കിട്ടുന്നു. അപ്പൊ ചേച്ചി താങ്ക് യു പറഞ്ഞു ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തതില്. സപ്പോർട്ട് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ ലൈഫിലോട്ട് പോയിട്ട് കിള്ളിപ്പൊളിച്ച് അതിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കി, അതിനെ പറ്റി കഥ പറഞ്ഞു, അതിന് തംബ്നെയിൽ ഉണ്ടാക്കി, 5ാമത്തെ കല്യാണം 6ാമത്തെ കല്യാണം. എന്താണ് നിങ്ങൾക്ക്? ഗെറ്റ് എ ലൈഫ്.